എല്ലാ ബ്രസീൽ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. അതിൻ്റെ കാരണം അവരുടെ സുൽത്താൻ ബ്രസീൽ ടീമിനൊപ്പം പരിക്ക് മാറി ട്രെയിനിങ്ങിന് ഇറങ്ങിയതാണ്. അവരുടെ എല്ലാ പ്രതീക്ഷയും സുൽത്താനിലാണ്. ആദ്യ മത്സരം ബ്രസീലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നെയ്മർ വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവർക്കറിയാം. അതിനടുത്തെത്തിയിരിക്കുകയാണ് ബ്രസീൽ ടീം. നെയ്മർ പരിക്ക് വില്ലനായില്ലായിരുന്നെങ്കിൽ ഏറ്റവും മികച്ച കളിക്കാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകേണ്ട വ്യക്തിയാണ് സാക്ഷാൽ നെയ്മർ. അയാളിൽ നിന്ന് ഫുട്ബോൾ ഇന്നും വിട്ടുപോയിട്ടില്ല. ബോളുണ്ടെങ്കിൽ അയാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാറുമുണ്ട്. പക്ഷെ എന്നും വില്ലനാകുന്നത് പരിക്കാണ്. 2014 ഇവിടെ നിന്നാണ് നെയ്മറെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരുപാട് തവണ തിരിച്ചുവരവ് നടത്തി. അന്നേരമെല്ലാം പരിക്ക് വീണ്ടും വില്ലനായി അദ്ദേഹത്തിന് മുന്നിൽ അവതരിച്ചു. ഇത് അവസാന അവസരമാണ്, അവസാന വേൾഡ് കപ്പാണ്. ഈ പ്രാവശ്യമെങ്കിലും പരിക്കിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണം. പരിക്ക് വില്ലനായി നിൽക്കരുത് എന്നാണ് എല്ലാ കാനറി പടയുടെ മാത്രമല്ല എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും പ്രാർത്ഥന. അയാൾക്ക് ഇന്നും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അയാളിൽ ബ്രസീൽ ആരാധകർക്ക് വിശ്വാസമുണ്ട്, ഫുട്ബോൾ ഫാൻസിന് വിശ്വാസമുണ്ട്. നെയ്മർ തിരിച്ചു വരണം. നെയ്മറിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കാത്ത ഒരു ഫുട്ബോൾ ലവറും ഉണ്ടാകില്ല എന്നതിൽ ഒരു സംശയവും വേണ്ട. അടുത്ത മത്സരത്തിൽ നെയ്മറിന് കളിക്കാൻ പറ്റട്ടെ. പരിക്ക് വില്ലനാകാതെ ഈ ടൂർണമെൻറ്റ് മൊത്തം കളിക്കാൻ പറ്റട്ടെ എന്നാഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നെയ്മർ എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ട്. അടുത്ത മത്സരത്തിൽ ഇറക്കുമോ, എന്തായാലും സ്കോട്ട്ലൻഡിൻ്റെ കൂടെ ഇറക്കുമെന്നതിലൊരു തർക്കവും വേണ്ട. അടുത്ത ഹെയ്റ്റിയുമായുള്ള മത്സരത്തിൽ ഇറങ്ങുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. സാധ്യതകളുമുണ്ട്.